പുള്ളി നൂഡിൽസ് ഓർഡർ ചെയ്ത് വെജിറ്റേറിയൻ ഹോട്ടലിൽ. അപ്പം ഞാനിങ്ങനെ കഴിക്കുന്നപ്പോൾ എനിക്ക് ഇച്ചിരി ഈ OCD ഒക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കറിയാം. അപ്പം നൂഡിൽസ് ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ വലിയൊരു നീണ്ട മുടി ഇങ്ങനെ പുള്ളി കടിച്ചിട്ട്, അപ്പം ഞാൻ നോക്കുവാണേ. അപ്പം ഞാൻ ഫോണിൽ നോക്കിയ ഞാൻ ഇത് സൈഡിൽ കൂടെ കാണുന്നുണ്ട്. അപ്പം ഞാൻ കണ്ടില്ല എന്ന് മനസ്സിലായി. മുടി മെല്ലെ ഞാൻ മുടി ഞാൻ കാണുന്നത് ഹോട്ടലുകാരെ പോലും കാണിച്ചത് ഞാൻ മുടി പോതറിയാറില്ല. തുടങ്ങിയപ്പോ തുടങ്ങിയപ്പോ ഇതല്ലല്ലോ എല്ലാവരും പക്ഷെ അങ്ങനെ ക്ഷമിച്ചു തുടങ്ങിയപ്പോ ക്ഷമിക്കില്ല. തവണ നമ്മളുടെ വില്ലൻ ആരാണ്? വില്ലനല്ല, ശത്രു. ഞാൻ ഇവിടെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞവരാണ്. എനിക്ക് സമയം കൊണ്ട് 4 റീല് കിട്ടുകയുണ്ടായിരുന്നു. അയാളുടെ ഉപദേശം എന്ന് പറഞ്ഞ് തെറി വിളിച്ചവൻ ഇവിടെ വന്നിട്ട് ഭയങ്കര അതാ സത്യം. അവൻ ചിരി വന്നു. അവനതേ പറയൂ. എത്രയോ പെറ്റി എഴുതാൻ വേണ്ടിട്ട് മറ്റേ ബുക്കൊക്കെ തുറന്നു വെച്ച് ഞാൻ പറയും, സാർ ഇതൊരു ബോധവൽക്കരണമാണ്. അതായത് ഒരാളുടെ അച്ഛൻ മരിച്ചപ്പോൾ അത് ചിതാഭസ്മം ഒഴുക്കാൻ ഇത്രയും പേര് വന്നപ്പോൾ അവിടെയുള്ള യുവാക്കൾ വന്ന് പറയുന്നു, ഇത് കോവിഡ് സമയമാണ്, ഒഴുക്കരുത്, ഇത്രയും പേര് വരരുത് എന്ന്. അങ്ങനെ ഞാൻ അവരെ പറയുകയാണ് അതിൽ നിന്ന് ഊരിയത്. ഇപ്പോഴും കേസെടുക്കാൻ അതിന്റെ പേരിൽ തമിഴ്നാട്ടിലോട്ട് അടുപ്പിക്കില്ലോ തോന്നുന്നു. എന്നെ എന്തിനാ പഠിപ്പിക്കാതിരിക്കുന്നത്? ഞാൻ അവിടെ ഇരുന്നല്ലേ ഉള്ളൂ. ഒരു ഫ്രെയിമിൽ ഒരുമിച്ച് കണ്ട അവനോട് നന്ദൻ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് തെറിയിപ്പിക്കുന്ന അണ്ണനെയാ. അവന്റെ അണ്ണ അവിടെ പോയി അണ്ണ ഉരുട്ടി, ഡേയ് നീ അവനോട് അണ്ണല്ല, അവനെ കട്ടിപ്പോട്, കെട്ടി വെക്കൂ. ഞാൻ ഇപ്പൊ എங்களுക്കുള്ള എന്താ സംബന്ധവും ഇല്ല എന്നുള്ള സാധനം. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ച് പോവാം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചോദിച്ചു പോകുന്നത് ടീം പ്ലൂട്ടോ. വെൽക്കം. താങ്ക് യു. പറയൂ. ഹായ് നീരജ്, എന്താണ് വിശേഷങ്ങൾ? വിശേഷം എന്താണ്? നമ്മൾ ഡബിന്റെ സമയത്ത് കണ്ടിരുന്നത്. അതെ, പ്ലൂട്ടോയുടെ തന്നെ ഫിലിമിന്റെ ഡബിങ് ടൈമിലാണ് ഇടയ്ക്ക് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, യെസ് നമുക്കിന്റെ പ്രൊമോഷന് കാണാം. അപ്പോൾ പറയൂ, എന്താ പറയണ്ടേ? ഇതില് കുറെ മറ്റേ ഒച്ചപ്പാടും ബഹളമൊക്കെ ഞാൻ വെളിയിരുന്ന് കേട്ടോ. എല്ലായിടത്തും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, അതെ, ഈ ഗ്രഹത്തിൽ എന്തൊക്കെയാണ് പുതുമ? ഈ ഗ്രഹം, ഇത് ആക്ച്വലി ഗ്രഹമല്ല കേട്ടോ. പ്ലൂട്ടോ നമ്മുടെ കഥാപാത്രം, ഒരു ക്യാരക്ടറിന് നമ്മൾ ഇടുന്ന പേരാണ്. ശരി. ബേസിക്കലി പക്ഷെ ആ ഗ്രഹത്തിനെ സൂചിപ്പിക്കുന്ന പോലെ ഒരു പുറത്താക്കപ്പെട്ട ഗ്രഹമാണല്ലോ പ്ലൂട്ടോ. അതെ, അതുപോലെയാണ് ഇതിനകത്തെ മെയിൻ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ അവസ്ഥ. എല്ലാവരും മറ്റേ വീട്ടിൽ നിന്ന് പുറത്തായിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ സൊസൈറ്റി പുറന്തള്ളിയ ആൾക്കാരാണ്. അപ്പൊ അവരുടെ അങ്ങനെ ഇപ്പൊ വിക്കി എന്ന് പറയുന്ന ക്യാരക്ടർ അങ്ങനെ ഒരു തോൽവി എന്നൊക്കെ നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ വിളിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ മൊത്തത്തില് കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുന്ന സമയത്ത് പുള്ളിയുടെ ലൈഫിലോട്ട് ഒരു ഏലിയൻ ക്രാഷ് ലാൻഡ് ചെയ്യുന്നു. ശരി. ഓ, ആ ഏലിയൻ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ സിനിമ സംസാരിക്കുന്നത് ഇൻ എ ഫൺ വേ. അപ്പൊ ഈ ഏലിയന്റെ പിറകെ സ്വാഭാവികമായും ഏലിയൻ ഉണ്ടെന്ന് വേറെ ബാക്കിയുള്ളവർ അറിഞ്ഞു തുടങ്ങും. ഏലിയനെ പിടിക്കാൻ ഒരു വില്ലൻ വരും. ശരി, തീർച്ചയായിട്ടും. ഇത്തവണ നമ്മളുടെ വില്ലൻ ആരാണ്? മിസ്റ്റർ വില്ലനല്ല, ശത്രു. പക്ഷെ ആ വ്യക്തിയുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോ വില്ലണല്ലോ. പറയാനുള്ളത് അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം ഒരാളോടാണ്. സാധാരണ സിനിമകളിൽ നായികയ്ക്ക് വേണ്ടിയാണല്ലോ അടി ഉണ്ടാക്കുന്നത്. അതല്ല, പ്ലൂട്ടോയ്ക്ക് വേണ്ടിയാണ്, അൽത്താഫിന് വേണ്ടിയാണ്. അതാണ് ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ ലെയർ. കുറേ ലേയേഴ്സുള്ള ഒരു ബ്യൂട്ടിഫുൾ ഫിലിമാണ്. ഇവരുടെ ഒരു ഇപ്പം നീരജിന്റെ ക്യാരക്ടറിന്റെ ലൈഫിലോട്ട് ഈ അൽത്താഫ് വരുന്നതും ആ ഒരു ബ്രൊമാൻസും, പിന്നെ ഇവരുടെ ലവ് സ്റ്റോറി ഒരു ട്രാക്ക് ഉണ്ട്. ലവ് സ്റ്റോറി ഇൻ സെൻസ് അവരുടെ ഒരു റിലേഷനാണ്. ലവ് ഓൾറെഡി ഇൻ ലവ് പടം തുടങ്ങുമ്പോൾ. അപ്പൊ അതിനു വേണ്ടി സമയം ഒരു പൊട്ടാറായി നിൽക്കുന്ന ഒരു ലവ് ആണ്. അതായത് നായകന് ഈ പറഞ്ഞ പ്രത്യേക വേഗം കൂലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഡോക്ടറായ നായികയ്ക്ക്
തോന്നാവുന്ന എല്ലാ ഉത്തരവാദിത്തക്കുറവുള്ള ഒരു നായകനോട് തോന്നാവുന്ന പുച്ഛം. ഒരു പുച്ഛവും സഹതാപവും. അതെ, സഹതാപം എനിക്കൊന്ന് തീർന്നു. പടം തുടങ്ങുമ്പോ അതും പോയി. ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു. ആണല്ലേ? അപ്പോഴാണ് ഏലിയൻ വരുന്നത്. ആശ പറയൂ. യെസ്. എന്തിനു ചേട്ടാ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു സഹതാപം ഉണ്ടോ? ഉണ്ടായിരുന്നു? സഹതാപല്ല, നമ്മളെന്താ തഴയപ്പെടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പോഴാണ് ഏലിയൻ വരുന്നത്. ബാക്കി സിനിമ ഏലിയനായിട്ട് ഐ മീൻ നമ്മുടെ പ്ലൂട്ടോ വരുന്ന മാറ്റങ്ങളാണ്. ഏലിയൻ വരുന്നതിന് മുമ്പേ ഉള്ള എന്റെ മെയിൻ കൂട്ടുകാരനാണ് സുബിൻ ടാർസൻ, ജോസ്. അപ്പൊ ഇവൻ മറ്റേ പാർട്ട്ണർ ഇൻ ക്രൈം ആണ്. എന്തിനും ഏതിനും. പക്ഷെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയം വരുമ്പം ഗേൾ ഫ്രണ്ടും കൂട്ടുകാരും ഒക്കെ ഇട്ടിട്ട് പോയില്ലേ, അങ്ങനെ ഉള്ള ചില ചതിയന്മാരാണ് ഇവര്. ഒരു ചതിക്കഥ. അപ്പോഴാണ് ഞാൻ തമ്പിയുടെ അടുത്തേക്ക് എത്തിപ്പെടുന്നത്, ടൈഗർ തമ്പി. ശത്രു ആക്ച്വലി കുറെ ലെയറുകളുണ്ടല്ലേ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അറിയുന്നത്. ടൈഗർ തമ്പിയുടെ യൂണിറ്റ് ഭയങ്കര രസമാണ്. ടൈഗർ തമ്പി നമ്മള് പറയാൻ പറ്റുള്ളൂ, ദിനീഷ് തട്ടിലും ദിനേശ് ചേട്ടനും. പുള്ളിയുടെ തീം എന്ന് പറയുന്നത് ഒരു എക്സോട്ടിക് പെറ്റ് ഷോപ്പ് നടത്തുന്ന മനുഷ്യനാണ്. അതിന്റെ മറവിൽ വേറെ കുറെ അധോലോക പരിപാടികളുണ്ട്. അപ്പൊ പുള്ളിയുടെ അവിടുത്തെ ഒരു പ്രൊഫസർ ഉണ്ട്, ഒരു സയന്റിസ്റ്റ് ഉണ്ട്. അതാണ് ദിനേശ് ചേട്ടൻ, ദിനേശ് പ്രഭാകർ ചെയ്യുന്ന കാര്യം. പിന്നെ പുള്ളിയുടെ അടിതട മറ്റ് പരിപാടികളുടെ മേൽനോട്ടം വഹിക്കുന്ന ആളാണ് മല്ലൻ. പുള്ളിയുടെ ക്യാരക്ടറിന്റെ പേര് മല്ലൻ. മല്ലൻ ലുക്കോണ്ട്. അതെ, വിനീത് തട്ടില്ല. അപ്പൊ ഇവരെ സാമ്രാജ്യം അങ്ങനത്തെ ഒരു സാമ്രാജ്യമാണ്. പണ്ട് ഏതോ ഒരു സർക്കസ് കമ്പനിയിൽ പുലിയെ കുളിപ്പിക്കുന്ന പണിയായിരുന്നു. അതുകൊണ്ടാണ് ഈ ടൈഗർ തമ്പി എന്നുള്ള പേര് വന്നത്. പക്ഷെ പറയുമ്പം ടൈഗർ തമ്പി. പക്ഷെ രസമുള്ള എല്ലാം ഒരു കാരിക്കേച്ചർ. നമ്മൾ ഈ ഔട്ട് ഓഫ് എ കോമിക് ബുക്ക് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് എല്ലാവരും. കോമഡിയുടെ ലെയറിലൂടെയാണ് മൊത്തം കഥ പോകുന്നത്. മറ്റേ ലോജിക് പരിപാടി അതോടെ മാറ്റി വെച്ചിട്ട് ലോജിക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇതിലൊരു ഫാന്റസി എലമെന്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിന്റെ സപ്പോർട്ട് എടുക്കുന്നു. സ്ലൈറ്റ്ലി എക്സാജറേറ്റഡ് ഹ്യൂമർ ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഞാൻ പറഞ്ഞു കാരിക്കേച്ചർ ക്യാരക്ടേഴ്സ് ആണ്. ഈ വേൾഡിനകത്തുള്ള ലോജിക്കുകൾ ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഏലിയൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വേൾഡില് അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആൽക്കഹോളാണ്. പക്ഷെ പുള്ളിക്ക് അത് കഴിച്ചാൽ ഹൈ ആവില്ല. അപ്പൊ അങ്ങനെ നമുക്ക് നോക്കുമ്പോ ഇവര് ഈ പുള്ളിന്ന് മാത്രമാണ് കഴിക്കുന്നത്. പക്ഷെ പുള്ളി അതുകൊണ്ട് ഭക്ഷണോ സർവൈവ് ചെയ്യാൻ അതെ, സർവൈവ് ചെയ്യാൻ അതാണ് വേണ്ടത്. കേരളത്തിലോട്ട് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അല്ലേ ഇതേ കഴിച്ചേ പറ്റൂ. പക്ഷെ അതുകൊണ്ട് ഒരു ഉപകാരം അല്ല, ഉപദ്രവമൊന്നും വരത്തൂല്ല. അല്ല, പക്ഷെ പുള്ളിക്ക് നിൽക്കില്ലെന്നേ. നിൽക്കില്ല. അപ്പൊ കാര്യം അവര് വെള്ളം കുടിക്കുന്ന അടിച്ചാ പിന്നെ കിക്കില്ലേ പിന്നെ എന്തിനാ അടിക്കുന്നത്? നിർത്തിയാളോടാ പറയുന്നത്. അത് നല്ലൊരു എഴുത്തിലൊരു നല്ല സാധന കള്ളിന്റെ സാധനം വെച്ചത്. സുബിനെ അപ്പൊ വീണ്ടും പടങ്ങൾ ഇങ്ങനെ ഭയങ്കര ഹാപ്പിനെസ് ആണ്. പിന്നെ നമ്മുടെ ഓൺ കോണ്ടന്റ് ഒക്കെ ചെയ്ത് അത് പരിപാടികൾ അതിനെയൊക്കെ എനിക്കൊന്ന് ഈ ഓൺ കോണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കേട്ടോ അജു. അത് ഞാനൊരു വലിയൊരു ക്ലാപ്പ് തന്നെയാണ്. കാരണം അങ്ങനെ എമേർജ് ചെയ്ത് വരുന്ന ആൾക്കാരെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി. ഹാറ്റ്സ് ഓഫ് അല്ലെ, നല്ലൊരു കാര്യം. അപ്പൊ അങ്ങനെ ചെയ്ത് വന്ന് ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഹാഷറൊക്കെ നിങ്ങളുടെ ഒരു ടീമിലൊക്കെ ഉള്ള ആൾക്കാരാണ് അല്ലേ. അപ്പൊ അങ്ങനെ കയറി സിനിമകൾ കിട്ടി വരുന്നതിലൊരു ഹാപ്പിനെസ് അത് വേറെ കിട്ടില്ലേ. അത് ഇത് പറയുന്നത് അജു ചേട്ടൻ്റെ ആ കാര്യം പറയാം. ഞാനൊരു 6-7 വർഷം മുമ്പ് ചെയ്തതാണ് ജോമോൻ ജോസറിനെയൊക്കെ വെച്ചിട്ട് നരസിംഹത്തിന്റെ സ്പൂഫ്. അത് തൊട്ട് മുമ്പത്തെ ഇന്റർവ്യൂവില് ചേട്ടാ അത് ഓർത്തിരുന്ന് പറഞ്ഞപ്പോ അത് നമുക്കൊരു പ്രൗഡ്. ചേട്ടനും അറിയില്ല, അല്ല പലർക്കും അറിയത്തില്ല. അത് മിക്ക വീഡിയോസും നമ്മൾ കണ്ടു കളയുന്നേ ഉള്ളൂ, ഡയറക്ടർമാരാരാണെന്ന് അറിയില്ല. പക്ഷെ ചേട്ടാ അത് പറയുമ്പോ അത് കൊറേ കഷ്ടപ്പെട്ട് ഒരു റീൽ, അത് റീല് പോലെയല്ല, റീലല്ല, അത് 10 മിനിറ്റ് ഉണ്ട്, 15 മിനിറ്റ്. അന്ന് കുറച്ച് ബഡ്ജറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ആള് ക്രൗഡ് ഇതൊക്കെ നമ്മളന്ന് പോലീസ് പിടിച്ചു. കുറച്ചുപേര് കായലിൽ മുങ്ങിയിരുന്നു ജോമോനെ പോലെ. ഞാൻ പിന്നെ അവിടെ ചെന്നിട്ട് പോലീസിനെ കൈകാര്യം ചെയ്തെന്ന് വെച്ചാ, സാർ ഇത് ലോക്ക്ഡൌൺ സമയം, അന്ന് മറ്റേ ലോക്ക്ഡൌൺ സമയത്ത് 3 പേര് കൂടുതലോ മറ്റേ പുറത്തിറങ്ങി കൂടല്ലോ. അങ്ങനെ പോലീസ് ഒന്ന് പിടിച്ച് എത്രയോ പെറ്റി എഴുതാൻ വേണ്ടിട്ട് മറ്റേ ബുക്കൊക്കെ തുറന്നു വെച്ച്. ഞാൻ പറയും സാർ ഇതൊരു ബോധവൽക്കരണമാണ്,
അതായത് ഒരാളുടെ അച്ഛൻ മരിച്ചപ്പോൾ അത് ചിതാഭസ്മം ഒഴുക്കാൻ ഇത്രയും പേര് വന്നപ്പോൾ അവിടെയുള്ള യുവാക്കൾ വന്ന് പറയുന്നു ഇത് കോവിഡ് സമയമാണ്, ഒഴുക്കരുത്, ഇത്രയും പേര് വരരുത് എന്ന്. അങ്ങനെ ഞാൻ അവരെ പറഞ്ഞിട്ടാണ് അതിൽ നിന്ന് ഊരിയത്. ഇപ്പോഴും കേസ് എടുക്കാൻ അത് കണ്ടുകളയാം. അത് പോലീസിന്റെ അടുത്ത് റിക്വസ്റ്റ് അതെ, റിക്വസ്റ്റ് ചെയ്ത് പോലീസിനെ കബളിപ്പിച്ച് കടന്നു. അന്നായിരുന്നെങ്കിൽ അതേ ഉള്ളൂ. ഇന്നിപ്പോ അതായിട്ട് സത്യം തുറന്നു പറഞ്ഞു റിലീസിന്റെ അകത്ത് കിടക്കണം. പിന്നെ പറഞ്ഞു വരുമ്പോ മോഷണം മുതൽ അതിന്റെ അപ്പുറത്ത്. അതെ അതെ, ഇനി അടുത്ത കഥ ഇതിന് വേണ്ടി. അപ്പൊ അങ്ങനെ ആ സമയത്ത് അത് അജു ഓർത്ത് അതെ. അപ്പൊ ആ സമയം തൊട്ട് തുടങ്ങിയതാ. അപ്പം ആദ്യത്തെ ഒരു 3-4 വർഷം ചെയ്യുമ്പോ ഇതിന്ന് വരുമാനം ഇല്ല കേട്ടാ, ഒന്നുമില്ല. പക്ഷെ നമ്മളൊന്നും അതിന്ന് നാളെ ഒരു ദിവസം, നാളെ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, ആ ഒരു പ്രതീക്ഷയിലാണ് ചെയ്തത്. ഒരു 4 വർഷത്തോളം അതിൽ നിന്ന് വരുമാനം ഇല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ടിറക്കി സാധനങ്ങൾ ചെയ്യുന്നു. ചെയ്ത് വരുമ്പോൾ ഒരു ദിവസം ഇപ്പൊ ഇവിടെ ഇരിക്കാൻ പറ്റി. അതാണ് ഇത്രയും വർഷം നമ്മൾ അതിന് കൊടുത്ത ഒരു കൊടുത്ത ഇപ്പൊ ഒരു ഉപയോഗം ഉണ്ടായി. ഇപ്പൊ എത്രാമത്തെ സിനിമ ചേട്ടാ ചെറുതും വലുതൊക്കെ ആയിട്ട് ഒരു 10-14 ചെയ്തു. അതിലൊരു 4 റിലീസ് ആവുന്നുണ്ട്. റിലീസ് ആവുന്നുണ്ട്. പാൻ ഇന്ത്യൻ ബ്രാഞ്ച്. ഞാൻ പേര് എന്ത് വേണം, സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരുള്ള പിന്നെ അതെ 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 വലിയൊരു കാര്യം തന്നെയല്ലേ. ഇതുപോലെ തന്നെ ഞാനിപ്പം ധ്യാനും നീരജോട് ഇരിക്കുമ്പോഴേ ഫസ്റ്റ് മൈൻഡിൽ പറഞ്ഞു ഏറ്റവും ആദ്യം എൻ്റെ മൈൻഡിൽ വന്ന പരിപാടി എന്ന് അറിയോ, അതായത് ഈ ഫ്രണ്ട്സുകൾ തമ്മിൽ ഏറ്റവും കംഫർട്ടബിൾ ആകുമ്പോൾ നമുക്കൊരു ആപ്പോ എന്ത് മുഖം നോക്കി പറയാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് എന്ത് വേണമെങ്കിലും പറയാം, കാരണം അവൻ ഏത് സിറ്റുവേഷനിൽ ഇരുന്ന് കഴിഞ്ഞാലും പറഞ്ഞു കഴിഞ്ഞാൽ ഹി വോണ്ട് ഫീൽ ബാക്ക്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഒരു 3-4 വർഷം മുമ്പാന്ന് തോന്നുന്നു, 2-3 years ബാക്ക് ഒരു ഇന്റർവ്യൂവിൽ ഈ സെറ്റിൽ ലേറ്റായി വരുന്നതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ വരുന്ന ആരാണ്. അപ്പം അജു ഇങ്ങനെ പറഞ്ഞു നീരജ് കുറച്ച് ടൈമൊക്കെ എടുക്കും വരാൻ, കാരണം അപ്പോൾ നീരജ് പറയുന്നു ഞാൻ പിന്നെ കുറച്ചൊന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്തൊക്കെ വരാൻ വിഷ്ണു പറഞ്ഞപ്പോൾ കുറച്ച് ടൈമൊക്കെ എടുക്കും. വിഷ്ണു നീരജ് പറയുന്നു. അപ്പം പിന്നെ അജു പറയുന്നു ശരിയാ, കറക്റ്റാണ്. അപ്പം അങ്ങനെ ലേറ്റ് ആയിട്ട് വരുന്ന ആരാണ്, അല്ല അങ്ങനെ കറക്റ്റായിട്ട് ടൈമിൽ വരുന്ന ആരാണ്, അത് ധ്യാനാണ്. അപ്പം രാവിലെ എടുത്ത് മടക്കി കുത്തി ഇന്നോവ കയറി ഇരിക്കും ഉള്ള കാര്യമാണ്. അപ്പൊ പല്ല് തേക്കുന്നത് കാരവനാ തേച്ചിരുന്നത് അന്ന്. ഇപ്പൊ പല്ല് തേക്കാറുമില്ല. അപ്പൊ കുളിയിൽ പറയുമ്പോ അജു അവിടെ ഇല്ല കുളിയുണ്ട്, അപ്പൊ കുളിയില്ല, ഓക്കെ കുളിയില്ല. പക്ഷെ അങ്ങനെ പറയാനുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, ഒരാളുടെ അഭാവം കുറയ്ക്കുന്നില്ലല്ലോ. കിട്ടുന്ന അവസരത്തിലൊക്കെ എന്തൊക്കെയൊക്കെയോ താങ്ങി തരുന്നുണ്ട്. പിന്നെ നമുക്ക് പറ്റുന്ന പോലെ പറയണ്ടേ. അതിങ്ങനെ ഇപ്പൊ പിന്നെ അത് സ്വന്തമായിട്ട് പള്ളി പിടിക്കുന്നുണ്ട്. നമ്മുടെ നാഷണൽ ഇന്റർനാഷണൽ പള്ളികൾ, അന്തർ സംസ്ഥാന പള്ളികൾ പിടിക്കുന്നുണ്ട്. നമ്മളുടെ ആവശ്യമില്ല. അങ്ങനെ പിടിക്കുമ്പോൾ അങ്ങനെ അറിഞ്ഞോ അറിയാതെ നമ്മളും അത് കേൾക്കുമല്ലോ, നമ്മളും അത് കേൾക്കുമ്പോൾ ആ ഒരു ഫീൽ എങ്ങനെയാണ് ആക്ച്വലി അജു? ഞാനൊന്ന് പിടിച്ചോണ്ടിരിക്കുമ്പോ അവിടെ ഇരിപ്പുണ്ട്. പിടിക്കല്ലേ ഞങ്ങളിങ്ങനെ ഞാനും ഭഗത്തോടിരുന്ന് പറഞ്ഞു. പിന്നെ അത് ഓരോരുത്തർക്ക് പുള്ളി അതിന്റെ അതൊക്കെ അറിയാവുന്ന ബുദ്ധിയൊക്കെ ഉള്ള ഒരാളാണ്. പുള്ളി വണ്ണം കളിക്കുന്നതാണ്, നമുക്കറിയാലോ. പുള്ളി അതിലൂടെ ഒരു എന്റർടൈൻമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ആൾക്കാരെ ഫ്രീഡം ഉള്ളിടത്ത് അത് പറയുന്നുള്ളൂ. ഞാൻ ഭാഗത്ത് അപ്പുറത്തിരുന്ന് അജുവിനെ ഇങ്ങനെയൊക്കെ അടിക്കുന്നു, ചിരിച്ചിട്ട്. നടുക്ക് റോണിയുണ്ട്, ഡോക്ടർ റോണിയുണ്ട്, അപ്പുറത്ത് അജുവിനൊക്കെ ഇങ്ങനെയൊക്കെ. ഡോക്ടറും പോയായിരുന്നു മറ്റേ യെസ്. അത് കഴിഞ്ഞ് പിന്നെ അജുവിന്റെ എന്നോട് നൻപൻ വന്നത് വ്യക്തിക്കാരൻ. പക്ഷെ അതിനെ എടുക്കുന്ന ഒരു രീതി അല്ലേ, നമ്മൾ അതിനെ വളരെ ഫണ്ണായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് യെസ് നോയും പറയാൻ പറ്റുന്ന ഒരു ബന്ധം ആവണമല്ലോ, ഒരേപോലെ തന്നെ. ഇപ്പൊ അതിന്റെ പേരിൽ തമിഴ്നാട്ടിലോട്ട് അടുപ്പിക്കില്ലെന്ന് തോന്നുന്നു. എന്നെ പഠിപ്പിക്കാൻ ഞാൻ അവിടെ ഇരുന്നല്ലേ ഉള്ളൂ. ഒരു ഫ്രെയിമിൽ ഒരുമിച്ച് കണ്ട അവനോട് നൻപൻ ഇവൻ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് തെറിപ്പിക്കേണ്ട അണ്ണനെയാ. അവന്റെ അണ്ണൻ അവിടെ പോയി അണ്ണ ഉരുട്ടി, ഡേയ് നീ അവനോട് അണ്ണല്ല, അവനെ കട്ടിപ്പോട് പറയണ്ട, ചെന്നൈ കെട്ടി വെക്കൂ. ഞാൻ ഇപ്പൊ എங்களுക്കുള്ള എന്താ സംബന്ധം ഇല്ല എന്നുള്ള സാധനം
അത് പറഞ്ഞാൽ കഥ പരിപാടി കഴിയല്ലോ. അതില്ല ഞാൻ ഇപ്പൊ നിൽക്കുന്നു. ഫ്രണ്ടില്ലേ എനക്ക് അവനെ തെറിയേ തെരിയാതെ. എന്തായാലും പൈറ്റക്കാരെന്തെങ്കിലും പറഞ്ഞത് നന്നായി, അങ്ങനെയെങ്കിലും പറഞ്ഞല്ലോ ഒന്ന്. ഓക്കെ, അടിപൊളി. അപ്പം ആശ, യെസ്, എനിക്ക് തോന്നുന്നു 18 പടി കഴിഞ്ഞ് ഒരു 4 years ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതപ്പോൾ ആക്ച്വലി നമ്മുടെ മൂവി സെലക്ഷൻ്റെ ഒരു പരിപാടിയിലായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംതിങ് റിലേറ്റഡ് ബിസി ആയിരുന്നോ? അന്ന് 2000 അല്ല, ആ സമയത്ത് കോവിഡ് വന്നു. ഞാൻ ആക്ച്വലി 2019 18 പടി കുർബാനി എന്ന സിനിമ ചെയ്തിട്ടുണ്ട് ഷെയ്ൻ്റെ കൂടെ. അതിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ആക്ച്വലി കോവിഡ് വന്നതും. പിന്നെ ഒരു 1.5 വർഷം എല്ലാരും ഒരു ലോക്കിലായിരുന്നല്ലോ. പിന്നെ ആക്ച്വലി കോവിഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു പ്രോജക്റ്റ് എന്നുള്ള രീതിയിലാണ് ഇവർ ആവറേജബിളി പ്ലാൻ ചെയ്തതും സീരീസ്. അങ്ങനെ അതെ, ആദിത്യന്റെ ഡയറക്ഷൻ. അതെ. അപ്പോൾ അങ്ങനെ ഞാൻ ആവറേജബിളി ചെയ്യുന്നു. പിന്നെ അതിൽ നിന്നാണ് മുകുന്ദനുണ്ണിയും. അപ്പൊ അതങ്ങനൊരു നമുക്ക് സ്ക്രിപ്റ്റ്സ് വരുന്നതിൽ നിന്ന് പറ്റുന്നത് ചൂസ് ചെയ്ത് ചെയ്യുന്നു, അല്ലാതെ വേറൊന്നും ഡെലിബറേറ്റ്ലി എടുക്കാതല്ല. ഈ ചില നമ്മൾ ആർട്ടിസ്റ്റിൽ ഇടുന്ന കോണ്ടന്റ്സ് ആൾക്കാരെ പെട്ടെന്ന് എടുക്കും. അതൊരു ക്യൂട്ട് വീഡിയോ ആയിരിക്കാം. ഇപ്പം എനിക്കൊന്ന് അജുവിൻ്റെ ലാസ്റ്റ് വരെ നൂഡിൽസ് കഴിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് വളരെ, അതായത് എത്തിയില്ല എൻ്റെ അവസാനം മറ്റേ ഇങ്ങനെ സ്റ്റിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കഴിയുന്നത്. ആക്ച്വലി ഗവൺമെൻറ് എടുത്ത് കഴിച്ചാലും മതിയല്ലോ. അതിങ്ങനെ എടുത്ത് ശ്രമിക്കുന്നു, അവസാനം ആദ്യത്തെ വായിൽ എത്തുന്നില്ല, രണ്ടാമത്തെ വായിലും കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് എടുക്കുമ്പോഴാണ് ഇത് വായിക്കുന്നത്. അന്നേരം മറ്റേ സിനിമയിലെ BGM ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, നമ്മളൊക്കെ പണ്ട് ഇപ്പോൾ കൈകൊണ്ടും ഒക്കെ കഴിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പല സിറ്റുവേഷൻ പല സ്ഥലത്തിൽ പോകുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഒരു പ്രീമിയം ഹോട്ടലായിരിക്കും, 5 സ്റ്റാർ ഹോട്ടലായിരിക്കും, 7 സ്റ്റാർ ഹോട്ടലായിരിക്കും. നമ്മുടെ കൂടെ ഇരിക്കുന്ന ഗ്യാങ് ചിലപ്പോൾ മറ്റേ പോസ്റ്റ് ടീംസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കൈയിട്ട് കഴിച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളും പലർക്കും വന്നിട്ടുണ്ടാവും. പിന്നെ വേറെ പറഞ്ഞിട്ടുണ്ടോ? അതായത് ഈ 5 സ്റ്റാർ ഹോട്ടലിൽ 5 സ്റ്റാർ ഹോട്ടലൊന്നുമല്ല, ശരവണ ഭവൻ ഏതൊരു ഹോട്ടലില് നമ്മള് രണ്ടാളും കൂടെ പോയിരിക്കുക. എന്താ എനിക്ക് ഓർമ്മയില്ല. അപ്പം പുള്ളി ഞാൻ പറയുമ്പോ പുള്ളി നൂഡിൽസ് ഓർഡർ ചെയ്ത് വെജിറ്റേറിയൻ ഹോട്ടലിൽ. അപ്പൊ ഞാനിങ്ങനെ കഴിക്കുന്നപ്പോ എനിക്ക് ഇച്ചിരി ഈ OCD ഒക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കറിയാം. അപ്പൊ ചേട്ടന് ഓർഡർ ചെയ്ത് നൂഡിൽസ് ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ വലിയൊരു നീണ്ട മുടി ഇങ്ങനെ പുള്ളി എന്തോ കടിച്ചിട്ട്. അപ്പൊ ഞാൻ നോക്കുന്നുണ്ടോ നോക്കുവാണേ. അപ്പൊ ഞാൻ ഫോണിൽ നോക്കിയാൽ ഞാൻ സൈഡിൽ കൂടെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ കണ്ടില്ല എന്ന് മനസ്സിലായി. പുള്ളി മുടി മെല്ലെ കളഞ്ഞിട്ട് ഞാൻ കാണുന്നല്ല, ഹോട്ടലുകാരെ പോലും കാണിച്ചത്. ഞാൻ മുടി ബോധറിയാറില്ല. ഇത്രയും നീളമുള്ള ഒരു മുടി. ആക്ച്വലി മുടി എനിക്ക് ബോധറേഷൻ അല്ല. കാര്യം എനിക്ക് ഞാൻ ഇത് പലപ്പോഴും വീണ്ടും ഓർഡർ ചെയ്ത് അടുത്ത സാധനം നല്ല വിശപ്പുണ്ട്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ മുടി മുടി അയ്യോ. അപ്പൊ ഞാൻ ഇടപെടും. പിന്നെ ഹോട്ടലിൽ പിന്നെ നമുക്ക് അഭിമാനം പ്രശ്നമാണല്ലോ. കണ്ടില്ല. അപ്പൊ മെല്ലെ അത് സൈഡിലോട്ട് കളഞ്ഞിട്ട് ബാക്കി വാടിച്ചു. ഇവനാണെങ്കിൽ എന്നെ സമ്മതിക്കില്ല ഇന്നത് കഴിക്കാൻ. ഇവൻ OCD ഉള്ളതുകൊണ്ട് അല്ല, ഇവൻ സമ്മതിക്കില്ല. അപ്പൊ എനിക്കതിനെ കിട്ടാത്ത വിശപ്പുണ്ട്. എനിക്കിത് പ്രശ്നമില്ല. ഇവൻ ഇത് കണ്ട സമ്മതിക്കത്തില്ലായിരിക്കും. എന്റെ ഒരു കാൽക്കുലേഷൻ വെച്ചതാ, ഓർമ്മയില്ല. അതാ പ്രശ്നം. ഇവനത് മാറ്റിച്ച് തിരിച്ചു കൊടുക്കും. ഞാൻ പിന്നെ അതിന് വെയിറ്റ് ചെയ്യണം. ഒരിക്കലും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ മാറിപ്പോവാ. ഞാൻ ചെയ്ത തെറ്റാണ്. ഞാൻ ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്ത് പുറത്തോട്ടിട്ടു. ഇവനെ വണ്ടി നിർത്തിച്ച് എന്നെ എടുപ്പിച്ച് വണ്ടി നിർത്തിച്ച് പോയി റിവേഴ്സ് എടുത്ത് ഇറക്കി അതെടുത്തിട്ട് വായിച്ചേടാ. ഞാൻ പറഞ്ഞേടാ അതവിടെ പോയി നമ്മുടെ പ്രകൃതി. ശരി 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 പ്രകൃതി ശരിക്കും. പിന്നല്ല അതിനുശേഷം ഞാൻ ഒരു സാധനവും അങ്ങനെ എറിഞ്ഞിട്ടില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യണം. നല്ല കാര്യം കേട്ടോ. അത് വീട്ടിലുള്ള വേസ്റ്റ് ബാസ്കറ്റ് കൊണ്ടുപോയിട്ടിടാൻ. അതുപോലെ ഇവനാക്കിയെന്നെ ഇതും. അതായത് മുടി കണ്ടിട്ട് സാധാരണ പേടിക്കുന്നത് ഹോട്ടലുകാരല്ലേ. ഞാൻ മുടി കഴിക്കുന്ന അങ്ങനെ എന്നിട്ട് പറഞ്ഞ ചേട്ടാ കണ്ടല്ലേ ഞാൻ പിന്നീട് എവിടെയാന്നറിയോ? വടക്കൻ സെൽഫി ചെയ്യുമ്പോ അവിടെ ആയിരിക്കും, നമ്മുടെ ഹോട്ടലിന്റെ താഴെ പളനിയില്. അല്ലല്ല, ഇത് വെജിറ്റേറിയൻ ഹോട്ടലാ.
മടക്കൻ സെൽഫി ഒക്കെ കഴിഞ്ഞിട്ടാ നമ്മുടെ വാഴക്കാലം കണ്ടുള്ള ഒരു അല്ലല്ല, ഇത് നമ്മൾ ലവകുശ പളനിയില് ട്രെയിൻ അവിടെ താഴത്തെ ലജറി ഹോട്ടലാ, അവിടെ നിന്നാണോ ആയിരിക്കണം. അവിടെ മഷ്റൂം നൂഡിൽസ് കഴിക്കുന്നത്. നമ്മുടെ അവിടെ വാഴക്കാലുള്ള ശരവണ ഭവനില് ആണോ? 100% അതും പൂട്ടി കടയുടെ പേര് ഉറപ്പല്ല ഉറപ്പില്ല ഉറപ്പില്ല, തന്നെ ഉറപ്പാന്നൊക്കെ അത് വെറുതെ ചുമ്മാ ഗിമ്മിക്സ് ചെയ്തു. അയ്യോ ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ടൈം അധികം ഇല്ലാത്തൊരു ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോകാം. ഒരു ചെറിയ ലിറ്റിൽ സ്റ്റോറി സെഗ്മെന്റ്. ഷൂട്ടിങ്ങിനിടയിൽ കിട്ടിയ ഏറ്റവും അബദ്ധം നിറഞ്ഞ അല്ലെങ്കിൽ മറക്കാനാവാത്ത ഒരു ഉപദേശം. ചില ഉപദേശങ്ങൾ വളരെ അബദ്ധമാവാറുണ്ട്, ട്രൂ ആയിരിക്കുമല്ലോ. ആ ഉപദേശം നമ്മൾ സ്വീകരിച്ചു, ഉപദേശം നമ്മൾ ലൈഫിൽ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു അബദ്ധം ബാധിച്ച ആ ഉപദേശം സ്വീകരിക്കേണ്ടായിരുന്നു എന്ന് ഓർത്തിട്ടുണ്ടാവാം. അപ്പോൾ ഏറ്റവും അബദ്ധം നിറഞ്ഞ അല്ലെങ്കിൽ മറക്കാനാവാത്തൊരു ഉപദേശം, മറക്കാനാവാത്തയാകാം. ഇത് എനിക്ക് എൻ്റെ അടുത്ത് ഒരാൾ ആര് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. വ്യസന സമേതം ബന്ധുമിത്ര അത് ചെയ്തപ്പോൾ സെറ്റിലുണ്ടായിരുന്ന ഒരു ചേട്ടൻ പറഞ്ഞതാ. നമ്മളിങ്ങനെ തുടക്കമാകൊണ്ട് തന്നെ കേട്ടാ സിനിമയുടെ രീതികളൊന്നും അധികം അറിയത്തില്ല. അങ്ങനെയല്ല മറ്റതൊക്കെ നമുക്ക് ബാക്കി പടങ്ങളൊക്കെ 1-2 ദിവസത്തെ ഇതൊക്കെ ആണെങ്കിലും വരുന്നു വിളിക്കുന്നു ചെയ്യുന്നു പോകുന്നു. അപ്പൊ നമുക്ക് മറ്റേ പോസ്റ്റ് ആവത്തില്ല. ഈ പടത്തില് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ചില ദിവസം നമുക്ക് എടുക്കാൻ ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് മുഷിയും ഒരു ഇത് വരും. അപ്പത്തേക്ക് എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ പറഞ്ഞതാണ്, ബ്രോ ഇതാണ് സിനിമ, നമ്മളിപ്പം അവർക്ക് ഡേറ്റ് കൊടുക്കുന്നു ബ്രോ, അന്നത്തെ ഒരു ദിവസം അവർക്ക് വേണ്ടി കൊടുക്കുക, ഷൂട്ട് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ എന്താ അത് അന്നത്തെ. അപ്പം നമുക്ക് ഇതുപോലത്തെ ഈ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഒന്നും വരത്തില്ല. അപ്പൊ അങ്ങനെ ചിന്തിച്ചപ്പോ എനിക്ക് പിന്നെ ഫീൽ ആയിട്ടില്ല. നമ്മളുടെ ദിവസം ഇന്ന് നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുകയാണ്, നമ്മൾ കാശ് കാശ് അവർക്ക് കൊടുത്തിരിക്കുക. ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഓക്കെ നാളെ എടുക്കാം. നമ്മളിവിടെ ഫ്രസ്ട്രേഷൻ അടിച്ചിരുന്നിട്ട് കാര്യമില്ല. അത് കറക്റ്റ് ഒരു കാര്യം. എനിക്ക് അതുവരെ ഒരു ഇതാണ്, എന്ത് രാവിലെ വിളിച്ച് 6:30 വന്നിട്ട് ഇതൊരിക്കലും എടുത്തില്ലല്ലോ, ഈ സമയം എനിക്ക് കിടന്ന് ഉറങ്ങായിരുന്നല്ലോ എന്നുള്ള ഇതുണ്ടായിരുന്നു. നോർമലി ഒരു മനുഷ്യന് വരണ സാധനമാണ്. പക്ഷെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അത് കറക്റ്റ് കാര്യമാണ്. അങ്ങനെ ചിന്തിച്ചപ്പോ എനിക്ക് പിന്നെ അങ്ങനെ വിഷമം വന്നിട്ടേ ഇല്ല. ഈ ഒരു ദിവസം ഞാൻ അവർക്ക് കൊടുത്തു. എടുക്കാത്ത സാഹചര്യം നന്മ പിടിച്ചല്ലേ. അല്ല, എനിക്ക് ഈ ഒരു അഡ്വൈസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതാ പറഞ്ഞ നന്മയുടെ പാത പിടിച്ച് ആ പ്രശ്നത്തിൽ അതിലെ പോസിറ്റീവ് കണ്ടുപിടിക്കാൻ നോക്കും. അങ്ങനെയല്ല, പോസിറ്റീവ് അഡ്വൈസ് പിടിച്ച്. അതെ, മറ്റേ ആർക്കും മറ്റേ ഇത് പിടിക്കാതെ ഒരു ഇത് പാളിപ്പോയൊരു പാളിപ്പോയൊന്നും കിട്ടിയിട്ടില്ല. ഇത്ര നന്മയൊന്നും എനിക്ക് അഡ്വൈസ് ഒന്നും അങ്ങനെ ആരും കൊടുക്കുന്നില്ല. അന്ന് എനിക്ക് ആ ചേട്ടൻ പറഞ്ഞ ആ സാധനമൊക്കെ പിടിക്കുന്നു. സുബിനെ നിനക്ക് ചേരുന്നില്ല നന്മ നിനക്ക് അന്ന് നമ്മുടെ തൊഴിലാണ്, നമ്മള് ആ സാധനമൊക്കെ പിടിക്കുന്നു. ഇവൻ ഇതൊന്നല്ലേ അങ്ങനെ അഡ്വൈസ് തന്നപ്പോ ചേട്ടന് തിരിച്ച് തെറിവിറങ്ങി വരാം. ഞാൻ പോടെ ഞാൻ ഇവിടെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞവരാണ്. എനിക്ക് സമയം കൊണ്ട് 4 റീല് കിട്ടിയത് അയാളുടെ ഉപദേശം എന്ന് പറഞ്ഞ് തെറി വിളിച്ചവൻ ഭയങ്കര അതാ സത്യം. അവൻ ചിരി വന്ന് അവനതേ പറയൂ. അത് ആ ദിവസം തുനിഞ്ഞു കൊടുക്കും. നന്മ പറയുക അവസാനം നെഗറ്റീവ് ആയല്ലോ. ചീത്ത പേരും നിനക്കില്ല. പോലീസ് കേസും അതല്ല വളരെ പോസിറ്റീവ്. ഇത് നീ അവർക്ക് കൊടുത്ത ദിവസം ഇവൻ പോസിറ്റീവ് തുടങ്ങി വള്ളിയിലോട്ട് എത്താം. നേരത്തെ അവൻ ഡയറക്റ്റ് ചെയ്ത കഥയൊക്കെ പറഞ്ഞു വെടി കൊടുത്തതൊക്കെ പറഞ്ഞു. വെടിയോട്ടൊരു കാര്യമുണ്ട്, അത് പോലീസ് വന്നു, പോലീസിനെ പറ്റിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ഇപ്പൊ ഞാനൊരു ഉപദേശമൊക്കെ വെറുതെ പിടിച്ചിട്ട് അവസാനം അതിന് തിരിച്ചു പിടിച്ചു. പോലീസിനോട് ചിതാവസ്ഥ കൊടുക്കാനൊക്കെ വന്നു അങ്ങനെയൊക്കെയാന്നൊക്കെ പറഞ്ഞതൊക്കെ എല്ലാം കൊണ്ട് ഓക്കെയാ. അയ്യോ മണ്ടത്തരായി പോയല്ലേ പറയുന്നത്. നമ്മുടെ പടത്തിൽ വെറുതെ ഇരിക്കുമ്പോ പോലെ നീ മണ്ടത്തരാവുന്ന ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ഒരു 4-5 പടം മുന്നേ ആണെന്നാണല്ലോ നീ പറഞ്ഞത്. നീ അത് തീരെ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല കറക്റ്റ് കാര്യം പറയുന്നത്. ഞാൻ നല്ലവനാ ഉണ്ടായിരുന്നു. അതെ ആശ പറയൂ. സത്യം പറഞ്ഞാൽ എന്നെ ഒരു അഡ്വൈസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. അതെന്താന്നറിയില്ല. നല്ലതായി തോന്നുന്നുണ്ടോ അങ്ങനെ ചെയ്യാത്തത്? അതോ ചിലപ്പോ ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ടായിരിക്കും. വിസ്ഡം കൂടുതലുള്ള എനിക്കില്ല, എനിക്ക് ആക്ച്വലി അഡ്വൈസ് ഒന്നും മനസ്സിലാവില്ല. ചിലപ്പോ അവര് ഉപദേശിക്കുന്നതായിരിക്കും, പക്ഷെ ഞാൻ ചിലപ്പോ ശ്രദ്ധിക്കുന്നില്ലായിരിക്കും.
ഓക്കെ. വേറെ എന്തെങ്കിലും ആലോചിക്കും. അതാവാനുള്ള സാധ്യത. ചുമ്മാ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക, ശരി ശരി പറഞ്ഞു. അല്ല, പക്ഷെ എനിക്ക് തനിയെ തോന്നിയിട്ടുള്ള, തനിയെ ഉള്ള ഒരു അഡ്വൈസും തനിയെ കിട്ടിയ ഇതെന്ന് വെച്ചാൽ പൊതുവെ എനിക്ക് അതിപ്പോഴും ഉള്ളതാണ്. നമ്മളെപ്പോഴും സിനിമ സെറ്റിലാണെങ്കിലും പൊതുവെ നമ്മൾ വേറൊരു പുറത്ത് പോകുമ്പോൾ നമ്മൾ മാക്സിമം ഒന്ന് താഴ്ന്നു കൊടുക്കുക എന്നുള്ളൊരു ഇതെനിക്ക് തനിയെ ഉള്ളൊരു വിചാരണം. കടുംപിടുത്തം പിടിക്കാതെ ഒന്ന് എപ്പോഴും അല്ല, എല്ലാത്തിനും ക്ഷമിച്ചു കൊടുക്കുക, എല്ലാ കാര്യങ്ങളും പോട്ടെ പോട്ടെ പോട്ടെ, അതെല്ലാം നമ്മൾ മാക്സിമം ഈ ക്ഷമിക്കുക. അഡ്വൈസ് എവിടെ നിന്നാണ് കിട്ടിയത്? സ്വന്തം ഓ, ഞാൻ എന്നെ തന്നെ തനിയെ അഡ്വൈസ് ചെയ്യുക, തനിയെ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മാക്സിമം നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക, അങ്ങനെ തന്നെ ഇരിക്കുക, അത് മതി എന്നുള്ളൊരു. അതിന് പറ്റും. എനിക്ക് കുറച്ച് പേഷ്യൻസ് ഭയങ്കര കൂടുതലാണ്, ഉണ്ട്. പക്ഷെ അത് തലക്കയറി നിറങ്ങും. അത് ചേർന്ന് ക്ഷമിച്ച് വേണ്ട ഈ സീന് അങ്ങനെയാണ്. വേണ്ട സാർ, അങ്ങനെ തനിയെ ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് ആൾക്കാർ നമ്മുടെ തലയിൽ കയറി നിറങ്ങും നമ്മൾ ആ സ്പേസ് കൊടുക്കുമ്പോഴേ. അതിപ്പോ തനിയെ അതുകൊണ്ട് ഞാൻ ശരിക്കും ഞാൻ ക്ഷമിക്കുന്നില്ല. വേറെയും തുടങ്ങിയത് ആളാണ്. നന്മയിൽ നിന്ന് തുടങ്ങിയിട്ട് ആളാണ്. പക്ഷെ തലക്കയറി നിരങ്ങുന്നോണ്ട് ഇപ്പൊ ഞാൻ ഒട്ടും ക്ഷമിക്കുന്നു. രണ്ടുപേരും തുടങ്ങിയ നന്മയെന്ന്. എന്തായാലും നമുക്ക് തിന്മയും തുടങ്ങാം. അപ്പൊ ഈ 30-ാം തീയതി പ്ലൂട്ടോ കിഡിലെ ഒരു പ്ലൂട്ടോ ആവട്ടെ, അടിപൊളിയാവട്ടെ. എല്ലാവരും അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അതിൻ്റെ പല പരിപാടികൾ കാണുമ്പോൾ അറിയാം. ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, വേഴ്സറ്റൈലായിട്ട് കുറേ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഗംഭീര പരിപാടിയാവട്ടെ. ഓൾ ദ വെരി 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 ബെസ്റ്റ്. എല്ലാ ക്രൂ ഇവിടെ ഇല്ല എങ്കിലും എല്ലാവർക്കും ഞാൻ ഓൾ ദ വെരി ബെസ്റ്റ് തരുന്നു. ഡയറക്ടർ ഓക്കെ, സൂപ്പർ. ഇങ്ങനെ ഒരു ഫൺ ഇന്റർവ്യൂ കിട്ടി.